ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. ഈ വർഷത്തെ ലോക പരിസ്ഥിതി ദിനത്തിൽ കാലാവസ്ഥാ വ്യതിയാനത്തിനാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ചാവക്കാട് ഗുരുവായൂർ മേഖലയിലെ വിവിധ സ്ഥാപനങ്ങൾ, ക്ലബ്ബ്, സംഘടന എന്നിവയുടെ നേതൃത്വത്തിലും പരിസ്ഥിതി ദിനം ആചരിച്ചു. മുല്ലശ്ശേരി ബ്ലോക്ക് തല പരിസ്ഥിതി ദിനം ആചരിച്ചു. ഫലവൃക്ഷത്തൈ നട്ടുകൊണ്ട് ബ്ലോക്ക് പ്രസിഡന്റ് ഫ്രാൻസിസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. സെന്റ് ജോസഫ് LP സ്കൂളിൽ നടന്ന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് AA ഫിജിന അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റസിയ ഇബ്രാഹിം, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MK അനിൽകുമാർ എന്നിവർ പരിസ്ഥിതി ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കേരള കർഷക സംഘം മണലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലോക പരിസ്ഥിതി ദിനം ആചരിച്ചു. എളവള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ കോമ്പൌണ്ടിൽ ഫലവൃക്ഷത്തൈ നട്ടുകൊണ്ട് തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം TV ഹരിദാസൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കർഷക സംഘം ഏരിയ പ്രസിഡന്റ് AK ഹുസൈൻ അധ്യക്ഷത വഹിച്ചു. BJP തൃശൂർ നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ പരിസ്ഥിതി ദിനം ആചരിച്ചു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പേരത്തൈ നട്ടുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. തൈക്ക് രാധിക എന്ന് നാമകരണവും ചെയ്തു. കൃഷിഭവന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഒരുമനയൂർ പഞ്ചായത്ത് തല പരിസ്ഥിതി ദിന പരിപാടി ഇസ്ലാമിക് VHSS സ്കൂളിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് താഹിർ PM പരിപാടി ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നഷ്റ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ എമിലി തൈകൾ വിതരണം ചെയ്തു. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വെങ്കിടങ്ങ് യൂണിക്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു. സ്കൂൾ വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കുമാണ് തൈകൾ വിതരണം ചെയ്തത്. വാർഡ് മെമ്പർ NK വിമല വിതരണോദ്ഘാടനം ചെയ്തു. ക്ലബ് പ്രസിഡന്റ് MP അമൽ അധ്യക്ഷത വഹിച്ചു. ചിറ്റിലപ്പിള്ളി സെന്റ് റീത്താസ് ദേവാലയത്തിൽ ലോക പരിസ്ഥിതി ദിനം ആചരിച്ചു. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ദേവാലയത്തിലെ സീനിയർ CLC അംഗങ്ങൾ പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു. ഫാദർ നിബിൻ തളിയത്ത് ആദ്യ പച്ചക്കറി തൈ വിതരണം ചെയ്ത് ചടങ്ങ് ഉദ്ഘാടനം നിർവഹിച്ചു. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വിദ്യാലയങ്ങളിൽ ഔഷധ തൈകൾ നട്ടുപിടിപ്പിക്കുന്നതിനായി കേരള സർക്കാരും സഹകരണ വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന തണൽ പദ്ധതി പാവർട്ടി സർവീസ് സഹകരണ ബാങ്കിൽ സംഘടിപ്പിച്ചു. ഫാദർ സെബി പാലമറ്റും പാവർട്ടി ഹയർ സെക്കൻഡറി സ്കൂളിൽ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പാവർട്ടി സർവീസ് സഹകരണ പ്രസിഡന്റ് സലാം വേൻമേനാട് അധ്യക്ഷനായി. ചാവക്കാട് താലൂക്ക് റൂറൽ ഹൌസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി സഹകരണ വകുപ്പിന്റെ തണൽ പദ്ധതിയുടെ ഭാഗമായി പരിസ്ഥിതി ദിനാചരണം നടത്തി. സംഘം ഓഫീസിൽ വെച്ച് ചേർന്ന യോഗം മുല്ലശ്ശേരി ബ്ലോക്ക് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനിൽകുമാർ MK ഉദ്ഘാടനം ചെയ്തു. CV ശശി വൃക്ഷത്തൈ ഏറ്റുവാങ്ങി. PI ലാസർ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. സംഘം ഉപഭോക്താക്കൾക്ക് നെല്ലിത്തൈ വിതരണവും നടത്തി. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയത്തിന്റെ നേതൃത്വത്തിൽ ലോക പരിസ്ഥിതി ദിനം ആചരിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് ഫ്രാൻസിസ് വൃക്ഷത്തൈ നട്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് AA ഫിജിന അധ്യക്ഷത വഹിച്ചു. പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി വെങ്കിടങ്ങ് പഞ്ചായത്ത് തല ഫലവൃക്ഷത്തൈ വിതരണവും നടിയിലും നടന്നു. ഏനാമാക്കൽ സെന്റ് ജോസഫ് ഹൈസ്കൂളിലാണ് പരിപാടി നടന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി ജേക്കബ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജെസ്സി റാഫേൽ അധ്യക്ഷനായി. പാവർട്ടി ഗ്രാമപഞ്ചായത്ത് തല പരിസ്ഥിതി ദിനാചരണം മരുതയൂർ ഗവൺമെന്റ് UP സ്കൂളിൽ സംഘടിപ്പിച്ചു. സ്കൂൾ കോമ്പൌണ്ടിൽ വൃക്ഷത്തൈ നട്ടുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആന്റോ ലിജോ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പറും മദർ PTA പ്രസിഡന്റുമായ സരിത രാജീവ് അധ്യക്ഷത വഹിച്ചു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് മൾട്ടിപർപ്പസ് സംഘത്തിന്റെ നേതൃത്വത്തിൽ പൂവത്തൂർ സെന്റ് ആന്റണീസ് UP സ്കൂളിൽ പരിസ്ഥിതി ദിനം ആചരിച്ചു. ഇതിന്റെ ഭാഗമായി സഹകരണ വകുപ്പ് നടപ്പാക്കുന്ന തണൽ പദ്ധതിയുടെ നെല്ലിത്തൈ നടലും വിദ്യാർത്ഥികൾക്ക് നെല്ലിത്തൈകൾ വിതരണം ചെയ്യലും നടന്നു. സംഘം പ്രസിഡന്റ് PK രാജൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് KF ലാൻസൻ അധ്യക്ഷത വഹിച്ചു. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് മുല്ലശ്ശേരി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ നെല്ലിക്കത്തൈ നട്ടു. മുല്ലശ്ശേരി സെന്റ് ജോസഫ് LP സ്കൂളിൽ നടന്ന ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് KN മനോജ് സ്കൂൾ കോമ്പൌണ്ടിൽ തൈകൾ നട്ടു.